വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിന്റെ നിമിത്തം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 27-ാം വാക്യം. ലാബാൻ അവനോട് പറഞ്ഞു, നിനക്ക് എന്നോട് ദയയുണ്ടെങ്കിൽ പോകരുതേ. നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് ഞാൻ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ചിലർ പോകുന്നിടത്തെല്ലാം അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നു. ലാബാന്റെ വാക്കുകളെ കുറിച്ച് ചിന്തിക്കുക. യാക്കോബ് നിമിത്തം താൻ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് അവൻ തുറന്ന് സമ്മതിച്ചു. കർത്താവിന്റെ അനുഗ്രഹം യാക്കോബിന്റെ മേലും ഉണ്ടായിരുന്നു. യാക്കോബ് എവിടെ പോയാലും ചുറ്റുമുള്ളവരും അനുഗ്രഹിക്കപ്പെടുന്നു. യോസഫിന്റെ ജീവിതം നോക്കൂ. അവൻ നിമിത്തം അവന്റെ മുഴുവൻ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അവൻ പോയ എല്ലാ സ്ഥലത്തും അവൻ ദൈവത്തിന്റെ പ്രീതിയുടെ ഒരു ഉറവിടമായി മാറി. തിരുവെഴുത്ത് പറയുന്നു, അവൻ അവനെ തന്റെ വീടിനും തനിക്കുള്ള സകലത്തിനും മേൽനോട്ടക്കാരനായി നിയമിച്ചതു മുതൽ യോസഫ് നിമിത്തം യഹോവ മിസ്രയീമിന്റെ വീടിനെ അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലും അവനുള്ള എല്ലാത്തിലും കർത്താവ് അനുഗ്രഹം നൽകി. ഇത് ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. എന്നാൽ മറുവശത്ത് ദുഃഖവും നഷ്ടവും ശാപവും പോലും വരുന്ന ആളുകളുണ്ട്. ദൈവകൽപ്പനയോടുള്ള ആഗാന്റെ അനുസരണക്കേട് കാരണം മുഴുവൻ ഇസ്രായേൽ ജനതയും പരാജയം നേരിട്ടു. യോനയുടെ മത്സരം കാരണം കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും കഷ്ടപ്പെട്ടു. കടൽ ശോഭിച്ചു. അവരുടെ ചരക്കുകൾ നഷ്ടപ്പെട്ടു. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹം കൊണ്ടുവരികയാണോ? അതോ നിങ്ങൾ ദുരിതം കൊണ്ടുവരികയാണോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളിലൂടെ സന്തോഷവും സമാധാനവും ഐക്യവും അനുഭവിക്കുന്നുണ്ടോ? അതോ നിങ്ങളുടെ പ്രവർത്തികൾ നിമിത്തം അവർ വേദനയും ദുഃഖവും പ്രക്ഷുബ്ധതയും കൊണ്ട് ഭാരപ്പെടുകയാണോ എന്ന്? ഒരിക്കൽ തന്റെ കുടുംബത്തിന് വളരെയധികം കുഴപ്പങ്ങളും ദുഃഖവും വരുത്തിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ തന്റെ വ്യക്തിപരമായ രക്ഷകനായി സ്വീകരിച്ച ദിവസം മുതൽ എല്ലാം മാറി. ആ നിമിഷം മുതൽ അവന്റെ വീട് അനുഗ്രഹത്തിന്റെ സ്ഥലമായി മാറി. കർത്താവിനെ സേവിക്കാൻ അവൻ തന്നെ സമർപ്പിച്ചപ്പോൾ ആയിരക്കണക്കിന് മറ്റു കുടുംബങ്ങൾ അവനിലൂടെ അനുഗ്രഹിക്കപ്പെട്ടു. ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്നിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് അവൻ വാഗ്ദാനം ചെയ്തു. ഇത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. അതുപോലെ യേശുക്രിസ്തു നിമിത്തം പിതാവ് നമ്മെ എല്ലാ അനുഗ്രഹങ്ങളാലും ആത്മീയവും സ്വർഗീയവും നിത്യവുമായി അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു. അവനിലൂടെ ജീവനും ദൈവഭക്തിക്കും വേണ്ടിയുള്ളതെല്ലാം നമുക്ക് ലഭിച്ചു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം റോമർ 8-ാം അധ്യായം 32-ാം വാക്യം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചവൻ അവനോടൊപ്പം നമുക്ക് എല്ലാം എങ്ങനെ സൗജന്യമായി നൽകാതിരിക്കും? ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യിരെമ്യാവ് 24, 25, 26 അധ്യായങ്ങൾ. വൈകുന്നേരം തീത്തോസ് 2-ാം അധ്യായം. ആമേൻ.